തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ദേശീയ പതാകയുടെ ദുരുപയോഗവും അധിക്ഷേപവും. കോൺഗ്രസ് സ്ഥാനാർത്ഥി സിമി എസ് നായരുടെ പ്രചാരണത്തിനിടെയാണ് ദേശീയ പതാക തല തിരിച്ചു കെട്ടിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ചന്തവിള വാർഡിലാണ് സംഭവം. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ദേശീയ പതാക, നമ്മൾ പരമപവിത്രമായി കാണുന്ന നമ്മുടെ ദേശീയ പതാക, കോൺഗ്രസിൻ്റെ ചിഹ്നം വന്നു വരുന്ന ആ പതാകയുടെ കൂടെ ചരിച്ചു വെച്ച് കെട്ടിയിരിക്കുകയാണ്. അത് വളരെയധികം ഈ പതാകയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഈ കോൺഗ്രസിൻ്റെ ഈ നയത്തിനെതിരെ എല്ലാ ജനങ്ങളും കോൺഗ്രസിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നാണ്. വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഒരു ക്രിമിനൽ കുറ്റമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ നടപടിയെടുത്തിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? അത് കൃത്യമായ പരാതി നൽകിയതിനു ശേഷം ആ കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ദേശീയ പതാകയും ദേശീയ ചിഹ്നങ്ങളും ഒക്കെ ഗൗരവത്തോടെയും അതിന് നൽകേണ്ട ബഹുമാനത്തോടെയും ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ യോഗങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ പരിപാടികൾക്ക് തന്നെ ഇത് ഉപയോഗിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങളുമുണ്ട്. ഒപ്പമാണ് ദേശീയ പതാക തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾക്ക്, തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നുള്ള ചട്ടവും നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ ഉപയോഗത്തിനും ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് ഉപയോഗങ്ങൾക്കും അത് പാടില്ല എന്നുള്ള നിർദ്ദേശവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതവണ നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കർശനമായ നിയമങ്ങളും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നിരിക്കുകയാണ്. അതൊക്കെ മറികടന്നുകൊണ്ട് ദേശീയ പതാകയെ ഒരേ തവണ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയും അതോടൊപ്പം തന്നെ അവഹേളിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സമീപനം ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒന്ന്, തിരുവനന്തപുരം ചന്തവിള എന്ന് പറയുന്ന ഭാഗത്താണ് ഈ രീതിയിൽ ദേശീയ പതാക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചന്തവിള വാർഡിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സിമി എസ് നായരുടെ ഒരു വാഹന പ്രചരണ ജാഥ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി റോഡ് ഷോയുടെ ഭാഗമായിട്ടാണ് ചന്തവിള തടത്തിൽ ബ്രദേഴ്സ് ജംഗ്ഷൻ എന്ന് പറയുന്ന റോഡിൽ അലങ്കാരങ്ങളുടെ ഭാഗമായി ദേശീയ പതാകയും ഉപയോഗിച്ചിരിക്കുന്നത്. ദേശീയ പതാക ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, എങ്ങനെയാണോ ദേശീയ പതാക ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഉയർത്തേണ്ടത് എന്നൊക്കെയുള്ള കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, നമുക്കറിയാം. അത് സംബന്ധിച്ച വ്യവസ്ഥകളും നിലനിൽക്കി അത് ദേശീയ പതാക തലകീഴായി കെട്ടിത്തൂക്കുന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ നേതാക്കളോ പ്രവർത്തകരോ ഈ പറയുന്ന രീതിയിൽ ആ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത്.